ഇന്ത്യയെ ചൊറിയാൻ ഇല്ലാ കഥകൾ മെനയുന്ന പാകിസ്ഥാന്റെ നാവിന് ബ്രേക്കിട്ട് ഭാരതം. സ്വന്തം തെറ്റുകൾക്ക് ഭാരതത്തെ പഴിചാരുന്നത് പാകിസ്ഥാന്റെ രണ്ടാം സ്വഭാവമായി തന്നെ മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തന്നെ ഭീകരവാദത്തെ ഔദ്യോഗികമായി സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യത്തിന് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ പൂജ്യം വിശ്വാസ്യത മാത്രമാണുള്ളത്. എത്ര കഥകൾ ഇനി മെനഞ്ഞാൽ പോലും പാകിസ്ഥാന്റെ ക്രൂരമായ മുഖം അത് മാറാൻ പോകുന്നില്ല. കാരണം പാകിസ്ഥാൻ ഇത്തരമൊരു രീതിയിലുള്ള വിവാദങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. ഇതിനിടയിലാണ് കരണം പുകച്ചുള്ള മറുപടിയുമായി തന്നെ ഇന്ത്യ രംഗത്ത് വരുന്നത്. സമീപ ദിവസങ്ങളിലായി തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതികൾ മെനയുകയാണ്. അൽ-ഖ്വയ്ദയുമായി ചേർന്നുകൊണ്ട് തന്നെ വമ്പൻ ആക്രമണ പദ്ധതികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി തന്നെ നടത്താനുള്ള പദ്ധതികൾ അണിയറയിൽ തയ്യാറാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നതുമാണ്. ഇതോടുകൂടി തന്നെ സ്വന്തം പാപങ്ങൾ മറയ്ക്കാൻ ഭാരതത്തെ പഴിചാരുന്ന പാകിസ്ഥാന്റെ ഇരവാദം ഇനി ലോകത്തിന് മുന്നിൽ വില പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ സഹായിച്ചുകൊണ്ട് പാകിസ്ഥാനെ തകർക്കാൻ ഭാരതം ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിന് അതിനെതിരെയാണ് ഇപ്പോൾ ചുട്ട മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യ രംഗത്ത് വരുന്നത്. സ്വന്തം തെറ്റുകൾക്ക് ഭാരതത്തെ പഴിചാരുന്നത് പാകിസ്ഥാന്റെ രണ്ടാം സ്വഭാവമായി തന്നെ മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തന്നെ ഭീകരവാദത്തെ ഔദ്യോഗികമായി തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യത്തിന് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ പൂജ്യം വിശ്വാസ്യത മാത്രമാണുള്ളത്. എത്ര കഥകൾ മെനഞ്ഞാലും പാകിസ്ഥാന്റെ ക്രൂരമായ മുഖം അത് മാറാൻ പോകുന്നില്ല. ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാളാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ സ്വയം ചമയുന്ന ഈ ഇരവാദം കൊണ്ട് ആരും ഇവിടെ വിഡ്ഢികളല്ല എന്നും വലിയ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഭാരതവും അതേപോലെ കാനഡയും തമ്മിൽ പുതുതായി ഒപ്പിട്ട $2.6 ബില്യൺ യുറേനിയം വിതരണ കരാറിനെതിരെ പാകിസ്ഥാൻ ഉയർത്തിയ ആശങ്കകളെ ഇന്ത്യ ഇവിടെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. ആണവ സാങ്കേതിക വിദ്യയുടെയും യുറേനിയത്തിന്റെയും കാര്യത്തിൽ ഭാരതത്തിന്റെ റെക്കോർഡ് ലോകത്തിന് മുന്നിൽ കളങ്കമില്ലാത്തതാണ്. എന്നാൽ മോഷ്ടിച്ച ആണവ സാങ്കേതിക വിദ്യയുമായി ലോകത്തിന് ഭീഷണിയായ ചരിത്രമുള്ള പാകിസ്ഥാൻ ഭാരതത്തെ ഉപദേശിക്കാൻ വരണ്ട എന്ന് തന്നെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ആണവ നിർവ്യാപനത്തെക്കുറിച്ച് പാകിസ്ഥാൻ നടത്തുന്ന പ്രസ്താവനകൾ അത് പരിഹാസ്യമാണ് എന്നും തങ്ങളുടെ മോശം റെക്കോർഡിൽ നിന്ന് ലോക ശ്രദ്ധ തിരിക്കാനുള്ള വെറും തന്ത്രം മാത്രമാണിതെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. കാനഡയുമായുള്ള കരാർ മേഖലയുടെ സുരക്ഷ തകർക്കുമെന്ന പാക് വാദത്തെ ഒരു പരിഗണനയും നൽകാതെ തന്നെ ഭാരതം തള്ളിക്കളയുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ ഭാരതം അതീവ ഗൗരവത്തോട് തന്നെയാണ് കണക്കാക്കുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആകട്ടെ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾക്കിടയിൽ 3 തവണയാണ് ചർച്ചകൾ നടത്തിയത്. അദ്ദേഹം ഫോൺ കോളുകൾ നടത്തിയത്. യുദ്ധം ലോകമെമ്പാടുമുള്ള മനുഷ്യ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാനിലും ഇസ്രയേലിലുമുള്ള ഭാരതീയരുടെ സുരക്ഷ അത് ഉറപ്പാക്കാൻ തന്നെയാണ് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിന് കീഴിലുള്ള സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. ആവശ്യമായ ഇടങ്ങളിൽ നിന്ന് ഭാരതീയരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇവിടെ ഊർജിതമായി തന്നെ നടന്നു വരികയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ പാകിസ്ഥാനുമായി വിമാന സർവീസുകൾ പുനരാരംഭിച്ചതിനെക്കുറിച്ചും യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്നത് തന്നെ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.